വെൽക്കം ആദില ആൻഡ് നൂറ. ബിഗ് ബോസ് സീസൺ 7 എത്തിക്കഴിഞ്ഞ ആദിലയും നൂറയും വേർപിരിയാൻ പോവാണ്, തമ്മിൽ അടിച്ച് പിരിയുന്നു. ഈ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ അറ്റാക്കായിട്ട് മരണപ്പെട്ടു എന്നാണ് മകള് വിളിച്ചിട്ട് ഫോണിൽ പറഞ്ഞത്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ബിഗ് ബോസ് സീസൺ 7 എത്തിക്കഴിഞ്ഞ ആദിലയും നൂറയും വേർപിരിയാൻ പോവാണ്, തമ്മിൽ അടിച്ച് പിരിയുന്നു. ഈ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇനി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആദിലയും നൂറയും വേർപിരിയും, ഇനി ഒരിക്കലും ഇവർക്ക് ഒന്നിക്കാൻ പറ്റില്ല, പരസ്പരം അവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്രചരണങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? അതൊക്കെ പറയുന്നതിന് മുൻപ് മറ്റൊരു ഗൗരവപ്പെട്ട, എനിക്ക് പേഴ്സണലി വളരെ വിഷമം തോന്നിയൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് എനിക്ക് കാസർഗോഡ് തൃക്കരിപ്പൂർന്ന് ഒരു ഫോൺ കോൾ വന്നു. ഈ ബി ഫാത്തിമ എന്ന പേരുള്ള ഒരു ഉമ്മ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ അറ്റാക്കായിട്ട് മരണപ്പെട്ടു എന്നാണ് മകള് വിളിച്ചിട്ട് ഫോണിൽ പറഞ്ഞത്. ഒരു 4-5 ദിവസം മുൻപ് എനിക്ക് ആ ഫോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. പക്ഷേ ഞാനന്ന് രാത്രിയിൽ പരിപാടിയിലായതുകൊണ്ട് എടുത്തിരുന്നില്ല. പിന്നീട് പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് 10-10 ആയി. പിന്നെ ആ സമയത്ത് അങ്ങനത്തെ ഒരു നമ്പറിലേക്ക് വിളിക്കണ്ടെന്ന് കരുതി. കാരണം ഞാൻ സേവ് ചെയ്തൊരു നമ്പറാണ്. ഈ ബി ഫാത്തിമയുടെ കാര്യം ഞാനിങ്ങനെ പറയാൻ കാരണം, നമ്മുടെ വീഡിയോ ഈ വിസാൽ മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഈ ഉമ്മനെ, കാസർഗോഡ് തൃക്കരിപ്പൂരുള്ള ഒരു ഉമ്മയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അറ്റാക്കാണ് മരണകാരണം എന്നാണ് മകൾ ഇന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്യാനൊരു കാരണമുണ്ട്. ഞാനൊരു 10-42 ദിവസം വളരെ വലിയൊരു വിഷമത്തിൽപ്പെട്ട്, വളരെ എൻ്റെ ലൈഫിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ സംഭവിക്കുന്നു പ്രതീക്ഷിക്കും കൂടി ചെയ്യാത്തൊരു വിഷമ സാഹചര്യത്തിലെത്തിയപ്പോൾ ഈ ഉമ്മ എനിക്ക് വിളിച്ചു. ഈ വിളിച്ചിട്ട് ഈ ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ സത്യം പറയാലോ, എനിക്ക് എൻ്റെ വല്യമ്മാനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ ഉപ്പാടെ ഉമ്മാനെ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. അത്രയും സ്നേഹത്തോടെയാണ് ഈ ഉമ്മ എനിക്ക് വിളിക്കുന്നത്. പൊന്നുമോനെ, ഞാൻ നിൻ്റെ വീഡിയോ കാണാഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി, എന്താ പറ്റിയെന്ന് എനിക്ക് വിളിച്ചു നോക്കാൻ എനിക്ക് ആരും നമ്പർ അറിഞ്ഞൂടാ. അപ്പോഴാണ് ഞാൻ പല ആളുകളുടെ വീഡിയോസൊക്കെ കണ്ടത്. ഞാൻ ഒരിക്കലും അതൊന്നും വിശ്വസിച്ചില്ല. മോൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അതിൻ്റെ ഒരു മകനെ പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുടുംബത്തെ ഒരാരെ പോലെയാണ് എന്നെ ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ സങ്കടപ്പെട്ട് ഞാൻ ഒരുപാട് ദുആ ചെയ്ത് നോമ്പെടുത്ത് എന്തൊക്കെയാ ഉമ്മ സ്നേഹം കൊണ്ട് പറയാണ്. കേട്ടിട്ട് എനിക്ക് സങ്കടം വന്നു. കാരണം എനിക്കവരറിയില്ല, ഞാൻ അവരുടെ ഒരു തരത്തിലും എനിക്കവരോട് ഒരു കണക്ഷനും ഇല്ല. അന്നാണ് ഞാൻ ആ നമ്പർ സേവ് ചെയ്തത്. ബി ഫാത്തിമ എന്ന് പേരുള്ള, അവർക്ക് വാട്സപ്പൊന്നുമില്ല. അവരങ്ങനെ വിളിച്ചിട്ട് അവർക്ക് പിന്നെ അവർ പറയുകയാണ്, എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബത്തൊക്കെ എൻ്റെ പാടന്മാനെ, എൻ്റെ വല്യമ്മാനെ, ഉമ്മാടന്മാനെ, വല്യമ്മമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വല്യപ്പമാരെക്കാളും നമുക്ക് ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചത്, കാരണം എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഉമ്മാടെ ഉപ്പാനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതൊക്കെ എൻ്റെ ഉമ്മാടെ ഉമ്മാരിനെയും ഉപ്പാടെ ഉമ്മാരെയും. അതുകൊണ്ട് തന്നെ എനിക്ക് വല്യമ്മമാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഒരു വല്യമ്മാനെ പോലെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ ഒരു ഉമ്മ അറ്റാക്കായിട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത്. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് ആ മകളായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. പിന്നെ അവർക്ക് വാട്സാപ്പ് ഇല്ലാത്തത് കൊണ്ട് മറ്റൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോഴാണ് ആ ഉമ്മ മരണപ്പെട്ടൊരു വിവരം അറിഞ്ഞത്. നമ്മളെല്ലാവരും ഈ വിസാൽ മീഡിയ കാണുന്ന കുടുംബത്തിലുള്ള മക്കൾക്ക്, എനിക്കറിയാം പ്രായമുള്ള ഉമ്മമാരെ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മക്കൾ ആരെങ്കിലും നമുക്ക് വിളിക്കും. ഇതിന് മുൻപും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ആ കാസർഗോഡ് തൃക്കരിപ്പൂരുള്ള ആ ബി ഫാത്തിമ എന്ന് പേരുള്ള ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും ഹബീബായ നബിയോടൊപ്പം അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. അപ്പോൾ ഈ ഒരു ചാനലിൽ ഒരു കുടുംബം എന്നുള്ളത് വെറുതെ വീഡിയോ കണ്ടു പോവല്ല, എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ളത്, നമുക്ക് അവയർനെസ്സിനുള്ളത്, ഇതുപോലെ ഒരു പ്രാർത്ഥന, നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരണപ്പെടുന്ന യാതൊരു സംശയവുമില്ല. പക്ഷെ ആ മരണപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഇതാണ് നമ്മളൊരു കണ്ണികൾ. നമ്മൾ ഇഖ്വാനീങ്ങളാണെന്ന് പറയുമല്ലോ, നമുക്കൊരു ബ്രദർഹുഡ് ഉണ്ട്. ആ ഒരു ബ്രദർഹുഡ് എന്തിനാണ്? നമുക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റാ രീതിയിലുള്ള ബന്ധങ്ങൾക്കൊന്നും നമ്മളെ കൊണ്ട് അതിനെ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷേ നമുക്ക് കൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ഒരു കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. ഈ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഉമ്മ, നമുക്കറിയില്ലല്ലോ കാണാതിരിക്കുന്നതൊക്കെ, വിളിച്ചു പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുടുംബത്തിലൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, മരണപ്പെട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് കാണുന്ന ഉമ്മമാരിത് കാണുന്ന വീഡിയോ കാണുന്നൊക്കെ മക്കൾക്ക് അറിയുമെങ്കിൽ, അല്ലാതെ നമുക്കിത് അറിയാനുള്ള ഇൽഹാമോ ഇതൊന്നും നമുക്കില്ല. എന്തായാലും നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന വിസാൽ മീഡിയ കുടുംബം മുഴുവനും ആ ബി ഫാത്തിമ എന്ന് പേരുള്ള
കാസർഗോഡ് തൃക്കരിപ്പൂരുള്ള ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ആദിലാനൂറ നമുക്ക് മറക്കാൻ പറ്റാത്ത 2 പേരുകളാണ്. ഒരാൾ ആലുവയുള്ള ആൾ, ഒരാൾ കോഴിക്കോടുള്ള ആളാണ്. ഇവർ ജിദ്ദയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ 2 പെൺകുട്ടികൾ തമ്മിൽ പ്രണയമാവുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു. അവരെയാണ് ബിഗ് ബോസ് 7ലേക്ക് കൊണ്ടുവന്നത്. അവരെ കൊണ്ടുവരാനുള്ള കുറേ അജണ്ടകളൊക്കെ ഉണ്ട്. ആ അജണ്ടകളൊക്കെ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിനിവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇവരിപ്പോൾ അടിച്ചു പിരിയാൻ പോവാണ്. ഇവരിനി അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രണയം ഉണ്ടാവും, വേറൊരു ആണിനോട് പ്രണയം ഉണ്ടാവും. കാരണം ഇവരെ ഈ ഒന്നിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ തന്നെ പലരും അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ്, ഒരാണിൻ്റെ ചൂടറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിരിഞ്ഞോളും എന്നുള്ളത്. നമ്മൾ അങ്ങനെ അവരെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് 2 സ്ത്രീകൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ഒരു നാടാണ് നമ്മുടേത്. അവരങ്ങനെ ജീവിക്കുന്നു. അതിനവർക്ക് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ചു. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു, അവരുടെ മറ്റു രീതികളൊക്കെ അവർ ഉപേക്ഷിച്ചു. അവർ ജീവിക്കട്ടെ. അപ്പോൾ അവർ ഈ ബിഗ് ബോസ് 7ലേക്ക് വന്നപ്പോൾ ബിഗ് ബോസ് 7ൽ ഏറ്റവും ഹൈപ്പായിട്ട് നിൽക്കുന്നത് രേണു സുധി എന്ന് പറയുന്ന ഒരു മിമിക്രി താരത്തിൻ്റെ ഭാര്യയാണ്. ഒരുപാട് ഹാറ്റേഴ്സാണ് അവർക്കുള്ളത്. അപ്പോൾ ബിഗ് ബോസ് നമ്മൾ കാണുന്നതിനോട് ഇപ്പോൾ നിങ്ങളെന്തിനാണ് ബിഗ് ബോസിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ, ബിഗ് ബോസ് നമ്മൾ കണ്ടില്ലെങ്കിലും ബിഗ് ബോസ് മലയാളികൾ വളരെ വലിയൊരു വിഭാഗം ആളുകൾ കാണുന്നൊരു ചാനലാണ്. ആ ചാനലിലെ സ്ത്രീ വിരുദ്ധത, അതിൻ്റെ ധാർമ്മിക വിരുദ്ധത, ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ബിഗ് ബോസിൽ ഒരു തരത്തിലും ചലനങ്ങളില്ലാത്ത മത്സരാർത്ഥികളാണ് ഈ 19 പേരിൽ ഈ ഒരു ആദിലയും നൂറയും. 2 ആളെയും ഒന്നായിട്ടാണ് കണക്കൂട്ടുക. അപ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു പൈൽ ഒരുപാട് പേരുടെ വീഡിയോകളും ഒരുപാട് പേരുള്ള അനലൈസൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് ആരൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇവരൊരിക്കലും ഇവിടുന്ന് പുറത്താക്കിയില്ല. കാരണം എന്താ പറയുക, ഈ 2 പേര് അവിടെ നിർത്തിക്കഴിഞ്ഞാലാണ്, 2 ലെസ്ബിയൻ കപ്പിൾസിനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ലെസ്ബിയൻ താല്പര്യമുള്ള ആളുകൾ സമൂഹത്തിനുള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും പുറത്തു വരാൻ പറ്റാത്തത്, ഒരു മോഡൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവരെ ഒരു റോൾ മോഡലാക്കിയിട്ട് ഇതുപോലെ ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നൊരു അജണ്ടയാണ് സത്യത്തിൽ ഈ ഏഷ്യാനെറ്റിനുള്ളത്. അതൊരു ലിബറൽ ചിന്താഗതിയുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുമുള്ള കണ്ടൻറ്റ് ഇവർ കൊടുക്കുന്നില്ലെങ്കിലും ഇവരെ ഏഷ്യാനെറ്റ് എന്ത് ചെയ്യും, അവിടെ നിലനിർത്തും. അപ്പോൾ ഇവർ തമ്മിൽ അടിച്ചു പിരിയാന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ അതൊന്നും ശരിയല്ല. അവരൊന്നിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അവർ കൊച്ചിയിലൊരു IT കമ്പനി വർക്ക് ചെയ്യുകയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളും അവരുടെ സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ. അപ്പോൾ അവർ അടിച്ചു പിരിയുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊന്നും ശരിയായൊരു വസ്തുതയല്ല. പക്ഷേ അവർക്ക് ഒരു തരത്തിലും ബിഗ് ബോസിൽ നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കാൻ, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർമാരാവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ഈ ആഴ്ച ഫസ്റ്റത്തെ ഒരാഴ്ചയിൽ ആരൊക്കെ പുറത്താകും എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത്. അതിലൊരിക്കലും ഇവരുണ്ടാവില്ല. കാരണം ഇവരെ പുറത്താക്കാതെ പരമാവധി ഒരു തെറ്റായൊരു ലിബറൽ ചിന്താഗതിയുടെ ഭാഗം, ഒരു ലെസ്ബിയനിസം, അതായത് ഇങ്ങനെ സ്വവർഗരതിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെയാണ് ഇത്തരം ചാനൽ ഷോകളുടെ പിന്നിലൊക്കെ. കാരണം അവിടെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ വസ്ത്രങ്ങൾ പോലും ഒരു കേരളീയ ശൈലിയിലുള്ളൊരു ലൈഫല്ലേ ബിഗ് ബോസിലുള്ളത്. അപ്പോൾ അത് നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ കുട്ടികളും കാര്യങ്ങളൊക്കെ ഇത് കാണുമ്പോൾ നമുക്കിങ്ങനെ നടക്കാം, നമ്മൾ ജീവിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ബിഗ് ബോസിൽ കയറാൻ പോലെ ഒരു പക്ഷേ ഒരു എൻട്രിയിലേക്ക് വരാം. അതേപോലെ വേറെ ഒരുപാട് ആളുകളും പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ മുസ്ലിം കുടുംബങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താണ് പാണ്ടിക്കാട് കുഞ്ഞൻ കാണുന്നതുകൊണ്ട് ഇത് കാണും. പാണ്ടിക്കാട് കുഞ്ഞൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബിഗ് ബോസിൻ്റെ മത്സരാർത്ഥികൾ ഉണ്ടായിട്ടില്ല. ഇനി ഇടയിൽ വെച്ച് കയറാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബിഗ് ബോസ് ക്ഷണിച്ചാലാണ് പറ്റുക. ഇതിലും അങ്ങനെ വരുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചില ആളുകൾ, പ്രതീക്ഷിക്കപ്പെട്ട ചില ആളുകളൊന്നും ബിഗ് ബോസിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു അജണ്ടയാണ്. ഇവർ തല്ലി പിരിയാന്നുള്ളതല്ല. നാളെ നമ്മുടെ മക്കൾ ഇങ്ങനെ ലെസ്ബിയനായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരം ബിഗ് ബോസ് എന്നുള്ളതിനൊക്കെ പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്. ഒന്ന് നവ ലിബറൽ ആശയത്തിൻ്റെ ഭാഗമായിട്ട് തുറന്ന സെക്സ് അത് കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞതിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഗബ്രി, അതേപോലെ ജാസ്മിൻ, ഇങ്ങനെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, കുറേ എണ്ണം പൊട്ടി തകർത്ത് വിടുക, ഇതൊക്കെയാണ്. എന്തായാലും ഒരിക്കലും ഗുണകരമായ ഒരു ടെലിവിഷൻ ഷോ അല്ല സത്യത്തിൽ ഏതുള്ളത്, ഈ ഒരു ബിഗ് ബോസ് ഉള്ളത്. അപ്പോൾ അതിലുള്ള ഈ ആതിരാനൂറയും തമ്മിൽ പിരിയുന്നു, അല്ലെങ്കിൽ അവരടിച്ച് പിരിയും, അവരും അങ്ങനെ തകരും, അവർക്ക് വേറെ പ്രണയം ഉണ്ടാവും എന്ന് നമ്മൾ പ്രാവാൻ നിൽക്കേണ്ട. അവർ ജീവിതമായി സന്തോഷമായിട്ട് അവർ പോട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാനുണ്ട്, നമ്മുടെ മക്കളത് കാണുന്നുണ്ടോ, കണ്ടത് അനുകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പല പെൺകുട്ടികൾക്കും ഇതൊരു ആവേശമാണ് ആദിലാനൂറ. സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് വേണ്ടി ഭയങ്കര എഴുതാനും അവരെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആളുകളുണ്ട്, ഇൻ്റർവ്യൂസ് എടുക്കാൻ ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളിലേക്ക് ഈ ഒരു സ്വഭാവം, ഈ ഒരു രീതി ഇൻജക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവയർനെസ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, തൃക്കരിപ്പൂരിൽ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.